അപ്പോൾ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 ചാപ്റ്റർ 9. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. ആൻഡ് അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഒരു സംഭവം മിസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ചാപ്റ്ററും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത് വിടുക അല്ലെങ്കിൽ ഇന്നത് പഠിക്കണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഓൾറെഡി ചെയ്യുന്ന പോലെ പ്രീവിയസ് ഇയർ 2008 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ പാറ്റേണിലാണെന്നുള്ളതാണ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ MCQ ടൈപ്പ് എത്രണ്ണം ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെ എത്രണ്ണം ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ എത്രണ്ണം ചോദിച്ചിട്ടുണ്ട്, 4, 5, 6 മാർക്ക് എന്നുള്ള രീതിയിൽ എത്രണ്ണം ചോദിച്ചിട്ടുണ്ട്, essay എത്രണ്ണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി MCQ ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അത് വേരി ചെയ്യാം 2008 തൊട്ട് 2023 വരെ, അത്രയും വർഷത്തിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, എല്ലാ വർഷവും ചോദിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ചാപ്റ്റേഴ്സാണ് ഇപ്പം നമ്മുടെ സിലബസിലുള്ളത്. ഓക്കെ, അപ്പോൾ 9 ചാപ്റ്ററിന് ഏറെക്കുറെ ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് 9 എണ്ണം എഴുതാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരു MCQ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ 2 മാർക്ക് എന്നുള്ള രീതിയിൽ 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4, 5, 6 മാർക്ക് എന്നുള്ളത് പഴയ പാറ്റേൺ ആയിരുന്നു, ഇപ്പോൾ ഇല്ല. 4, 5 എന്നുള്ള രീതിയിൽ 9, 3 എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏറ്റവും കൂടുതൽ 2 മാർക്ക്, 3 മാർക്ക്, 4, 5 മാർക്ക് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? യെസ്, നമ്മുടെ അവസാനം കൊടുത്തേക്കുന്ന essay ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചാപ്റ്ററിലും ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നുള്ള 30ഓളം ക്വസ്റ്റ്യൻസും. കാരണം ഇതിൽ നിന്ന് ഒരു essay ചോദിക്കാത്ത ഒരു വർഷമില്ലയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ വർഷവും ഇതിൽ നിന്ന് essay ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ വരെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിച്ചു. പക്ഷേ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ എന്തായാലും ചോദിക്കില്ല. ഏതോ 2 വർഷം ചോദിച്ചിട്ടുണ്ട്, അത് കൊറോണ കാരണം കൊണ്ടാണ്. പക്ഷേ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ essay എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത്. സ്വാഭാവികമാണ്, കാരണം ഫൈനൽ അക്കൗണ്ട്സിൻ്റെ essay ആണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ essay മാത്രമല്ല, ഇപ്പം നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇനിയും 2 മാർക്ക്, 3 മാർക്ക്, 4, 5 മാർക്ക് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമ്പോൾ ഏറെക്കുറെ മനസ്സിലാവും. അപ്പം ആദ്യം ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണെന്നുള്ള രീതിയിലൊന്നും എന്തായാലും ചോദിക്കത്തില്ല. ഓക്കെ, അത് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണ്ട, അങ്ങനെയുള്ളൊന്നും രീതിയിൽ ചോദിക്കത്തില്ല. ഇതൊക്കെ ജസ്റ്റ് സംഭവം ബേസിക് ഐഡിയ പറയുന്നതാണ്. പക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അതേപോലെ തന്നെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, ഇതൊക്കെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ആ വീഡിയോയിൽ പോയി കണ്ടാൽ മതി. പിന്നെ വരുന്നത് അക്രൂഡ് ഇൻകം. ഓക്കെ, പിന്നെ ഡിഫേർഡ് ഇൻകം, പിന്നെ അടുത്തത് വരുന്നത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇത്രയും ഇതിൽ നിന്നും മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇതിപ്പം നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായാലും ചോദിക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ പറഞ്ഞ ഇപ്പം ഡിസ്കസ് ചെയ്ത 5 എണ്ണത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കും. ഓക്കെ, അത് ഏതാണ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ചോദിക്കുന്നത് പ്രീപെയ്ഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ പ്രീപെയ്ഡ് ആയിരിക്കും ചോദിക്കാത്തത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ അക്രൂഡ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫേർഡ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കത്തില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്നെല്ലാം ചോദിക്കാം. അത് എങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഇത് ഈ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഓക്കെ, ഫുള്ള് പഠിക്കുക എന്നുള്ളതാണ്. മിസ് ചുരുക്കം പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പഠിക്കുക എന്നുള്ളതാണ്. അത് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല. നിങ്ങൾക്ക് 8 മാർക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ essay ചോദിക്കുമ്പം സിമ്പിളാണ്, നിങ്ങൾക്ക് കാണാതെ പഠിച്ചാൽ മതി. ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ലെസ് ചെയ്യണം, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ മറ്റേ 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സംഭവം എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പഠിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്
എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എല്ലാം പഠിക്കുക, ഏതാ വരുന്നതെന്നുള്ള നമുക്ക് ഒരു ഐഡിയ ഇല്ല. ആൻഡ് പിന്നെ അടുത്ത അതേപോലെ വരുന്നതാണ് ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും. ഓക്കെ, ഈ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സും എന്നുള്ളതും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, നമുക്ക് ചിലപ്പോഴൊക്കെ ചില ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ രണ്ടെണ്ണമാണ്, ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ചോദിച്ചിട്ടില്ല പഠിക്കുന്നത്. നോ നോ നോ. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഇത്രയും എണ്ണം ഓക്കെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചോദിക്കാം. ഓക്കെ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതേപോലെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ഡിപ്പെൻസ് അപ്പോൺ എങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ബാഡ് ഡെറ്റ് എന്താണെന്നുള്ളതും ബാഡ് ഡെറ്റ് അതേപോലെ ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും ട്രയൽ ബാലൻസിൽ തരുമ്പോഴും അല്ലാതെ തരുമ്പോഴും എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളോ ഫുള്ള് പഠിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ജസ്റ്റ് എസ്സേ മാത്രമല്ല ഇതിൽ നിന്ന് ചോദിക്കുന്നത്, ഇതേപോലെ ചോദിക്കാൻ ഇതേപോലുള്ള ലാസ്റ്റുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസും പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്ജസ്റ്റിംഗ് എൻട്രി ഇങ്ങനെ ബാഡ് ഡെറ്റ് വരുവാണെങ്കിൽ എന്താണ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്നുള്ള അതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്നുള്ളത് എഴുതാന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പ്രോബ്ലവും പഠിക്കണം, അതേപോലെ തന്നെ ജേർണൽ എൻട്രീസ് എന്നുള്ള രീതിയിലും പഠിച്ചു പോയേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അത് എങ്ങനെയൊക്കെ പഠിക്കാമോ അത് സെപ്പറേറ്റ് ആയിട്ടും പഠിക്കണം. കണ്ട, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 2019 മാർച്ചിൽ 5 മാർക്കിന് ചോദിച്ചേക്കുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ട ജേർണൽ എൻട്രീസ് എന്നും പറഞ്ഞ് സ്പെസിഫിക്കലി അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജേർണൽ എൻട്രീസും കൊടുക്കണം, അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ടും ഇത് പഠിക്കണം, അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ മെയിൻ ഇത് വരുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം വരുമ്പോഴും എന്നുള്ള രീതിയിൽ പഠിക്കണം. സോ നമ്മൾ പ്രോബ്ലം എന്നുള്ള രീതിയിൽ പഠിച്ചു പോകുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ചോദിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും, വേറെ ഒരു കാര്യം. പക്ഷേ അതും കൂടെ മനസ്സിൽ വേണം. ഓക്കെ, മറ്റേതിങ്ങനെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഈ 4 മാർക്ക് 5 മാർക്കിന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ, അയ്യോ ഇതിങ്ങനെയൊക്കെ വന്നേ, ഇതിങ്ങനൊന്നും വന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ അങ്ങനല്ല, അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, പിന്നെ ഇതേപോലെ ചോദിച്ചേക്കുന്ന കണ്ട വീണ്ടും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ബാഡ് ഡെറ്റ് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ കുറേ വട്ടം. ഓക്കെ, അതേപോലെ അതേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും കൂടെ ചേർത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റിംഗ് എൻട്രീസും അതേപോലെ P&L ബാലൻസ് ഷീറ്റിലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും നോക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഡിഫേർഡ് ഇൻകം, ഡിപ്രീസിയേഷൻ, ഇതെല്ലാം സെപ്പറേറ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, P&L നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് നമുക്ക് ഒരു വഴിയില്ല, അറിഞ്ഞിരിക്കാം അല്ലെ അറിഞ്ഞിരിക്കണം എന്നുള്ള അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്ക് അതിൽ നിന്നില്ല എന്നുള്ളതാണ്. പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, കണ്ട നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് 4 മാർക്കിനെല്ലാം ചോദിച്ചിരിക്കുന്ന അഡ്ജസ്റ്റിംഗ് എൻട്രീസാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും പ്രോബ്ലം നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈബിലിറ്റി സൈഡ് കാണിക്കുന്നു, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ കാണും. പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നമ്മൾ ജേർണൽ എൻട്രി അല്ലേ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് വിടുമായിരിക്കും. പക്ഷേ വിടാൻ പാടില്ല. 4 മാർക്കിനും 5 മാർക്കിനും നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എക്സ്പെക്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റിംഗ് എൻട്രീസും ജേർണൽ എൻട്രീസാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്, ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ മിസ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 0 to E+ ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. എന്തായാലും അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല, പക്ഷെ അത് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡറായിട്ട് അവിടെ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്ത് കാണും. ഓക്കെ, കണ്ട ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അസറ്റ് ലൈബിലിറ്റി ആയിട്ട് തിരിക്കുക. ഓക്കെ, ഇത് ഏതാണ് അസറ്റ് ഏതാണ് ലൈബിലിറ്റി എന്നുള്ളത് ആദ്യം നമുക്കറിയണം. നമ്മൾ
നമ്മൾ നോർമലായിട്ട് അസറ്റ് ഫേർണിച്ചർ, ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലോൺ കൊടുക്കുക. ഇതായിരിക്കും നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആയിട്ട് പഠിച്ചത് എല്ലാം അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, പിന്നെ അതെല്ലാം അഡ്ജസ്റ്റിംഗ് എൻട്രീസിൻ്റെ സംഭവമാണ് വരുന്നതും. വീണ്ടും അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്യാമെന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു കൃത്യമായിട്ട് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെടും എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, വെറുതെ പഠിച്ചിട്ട് പോയതല്ലെങ്കിൽ എസ്ഐക്ക് മാത്രം അല്ല ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറേ വർഷം 4-5 മാർക്ക് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതുകയും ചെയ്യാം, ടൈമും നിങ്ങൾക്ക് സേവ് ചെയ്യാം, കാണാതെ പഠിക്കേണ്ട കാര്യവും വരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നു, വെറുപ്പിക്കുവാണെന്നറിയാം, പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പറഞ്ഞാൽ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇതെന്താണ് ഇതേപോലെ ജേർണൽ എൻട്രി കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ജേർണൽ എൻട്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള മിസ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ബാക്കിയുള്ളതെല്ലാം ശ്രദ്ധിച്ചാൽ മതി. കൂടുതലും അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിൽ മെയിനായിട്ട് പ്രോബ്ലത്തിൽ ചോദിക്കുമല്ലോ ഇതേപോലെ സെപ്പറേറ്റ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് മെയിനായിട്ട് നോക്കേണ്ട എന്തൊക്കെയാണ്, ട്രയൽ ബാലൻസിൽ വരുന്ന സാധനം. ഓക്കെ, അതല്ലാതെ ഔട്ട്സൈഡ് അഡ്ജസ്റ്റിംഗ് എൻട്രിയിൽ കൊടുത്താൽ എങ്ങനെയാണ്, ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മിസ്സും എഴുതി കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾ മെയിനായിട്ടും നോക്കേണ്ട സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ട്രയൽ ബാലൻസിൽ വരുമ്പോഴും അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രിയിൽ വരുമ്പോഴും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓക്കെ രണ്ട് രീതിയിൽ വരുമ്പോഴും അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, കുറേ ഐറ്റംസ് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പം അത് സ്പെസിഫിക് എടുത്ത് തന്നെ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കാണ്, അതെന്താണ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്ജസ്റ്റിംഗ് എൻട്രീസും അല്ലെങ്കിൽ ജേർണൽ എൻട്രീസും. ഓക്കെ, നമ്മൾ ആ ചെയ്ത ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും അതിൻ്റെ ജേർണൽ എൻട്രീസിൻ്റെ ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഇത് ഓരോ ഇതും P&L ഓർ ബാലൻസ് ഷീറ്റിലാണോ വരുന്നത്, ആൻഡ് ഇതിൽ വന്നാൽ തന്നെ ഇങ്ങനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ തന്നെ അസറ്റാണോ അതോ ലൈബിലിറ്റി ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ P&L നമ്മളതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആഡ് ആണോ ലെസ് ആണോ അങ്ങനെയുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാം. പക്ഷേ അത് ആഡ് ആണോ ലെസ് ആണോ എന്നുള്ള നമുക്കൊരു ഐഡിയ വേണം, എന്താണെന്നുള്ളൊരു അർത്ഥം നമുക്ക് മനസ്സിലാവണം. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പം എസ്സേ എന്നുള്ളത് മാത്രം നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന എസ്സേ എന്നുള്ള മാത്രമാണ്. എസ്സേ എന്നുള്ളത് മാത്രമല്ല ചോദിക്കാൻ പോകുന്നത്, 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസും പഠിക്കണം, P&L അത് എങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇനി ട്രയൽ ബാലൻസിൽ കൊടുത്താൽ എങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഈ വീഡിയോസ് ഓരോ ചാപ്റ്ററിൻ്റെ ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എന്നുള്ള വീഡിയോസ് എൻഡ് ചെയ്യുവാണ്. ഈ 8 ചാപ്റ്റേഴ്സിൻ്റെയും നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കാണുക. അത് അക്കൗണ്ടൻസി മാത്രമല്ല, ഇതേപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങളുടെ ഓരോ ടീച്ചേഴ്സും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാം. അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതാൻ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.